എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6000 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു കിടിലൻ ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതായത് നമുക്കറിയാം, ആദ്യമായിട്ട് ഒരാൾ ഫോൺ വാങ്ങാനായിട്ട് പോകുമ്പോൾ 10,000-10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെറും 6000 രൂപ മുടക്കി നമുക്ക് ഏറ്റവും മികച്ച ക്യാമറയും അതുപോലെ തന്നെ ഏറ്റവും മികച്ച ബാറ്ററിയൊക്കെ നൽകുന്ന ഒരു കിടിലൻ ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്. ASUSന്റെ ZenFone Lite L1 എന്ന് പറയുന്ന ഫോൺ. 6000 രൂപയ്ക്ക് നമുക്ക് 3000 mAh ബാറ്ററിയും അതുപോലെ തന്നെ നമുക്ക് 2GB റാമും അതുപോലെ തന്നെ 13 മെഗാ പിക്സലിൻ്റെയും അതുപോലെ ഒരു 5 മെഗാ പിക്സലിൻ്റെയൊക്കെ ക്യാമറ നൽകുന്ന ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 3000 mAh ബാറ്ററി ആണെന്നും അതുപോലെ തന്നെ 2 സിമ്മും അതുപോലെ ഒരു മെമ്മറി കാർഡ് നമുക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 5.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ LTE ഒക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ 16 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ട്. ക്യാമറ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, 13+5 ഒരു ക്യാമറയാണ് വരുന്നത്. അപ്പം ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് റിവ്യൂ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി അടിക്കാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ ലൈക്ക് അടിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു പ്രചോദനമാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലേ, അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ അഭിപ്രായങ്ങൾ സംശയങ്ങളെല്ലാം കമൻ്റായിട്ടും രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാ കമൻറ്റുകൾക്കും നമ്മൾ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പം നമുക്ക് സമയം കളയാതെ ഈ ഒരു ഫോണിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിനുള്ളൊക്കെ എന്തൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഇതിനകത്ത് ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോയൊക്കെ എടുത്ത ക്വാളിറ്റിയൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനൊരു ബോക്സിനുള്ളതാണ് നമുക്ക് ഫോൺ വരുന്നത്. ഫ്രണ്ടിലായിട്ട് തന്നെ ZenFone Lite L1 എന്ന് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുകളിൽ 4G സപ്പോർട്ടഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. നമുക്ക് സമയം കളയാതെ തന്നെ ബോക്സ് ഓപ്പൺ ചെയ്ത് ബോക്സിനുള്ള എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ചെറിയൊരു ബോക്സാണ്. വി ലവ് ഫോട്ടോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമേ കാണാനായിട്ട് സാധിക്കുന്നത് സിം ഇജക്റ്റ് ചെയ്യുന്നതിനുള്ള ടൂളും അതുപോലെ തന്നെ കുറച്ച് പേപ്പർ വർക്കുകളും മാത്രമാണ്. പിന്നീട് നമുക്ക് ബോക്സിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഫോണാണ്. ഫോൺ തൽക്കാലം ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം പിന്നീട് നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പിന്നീട് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്ന ഒരു ചാർജറാണ്. ഒരു നോർമൽ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരുപാട് ഫാസ്റ്റ് ചാർജറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 6000 രൂപയുടെ ഫോണിൽ അതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഫോണിൻ്റെ ഫിസിക്കലായുള്ള കാര്യങ്ങൾ നോക്കാം. ഫോൺ ഞാനിവിടെ ജസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിസിക്കലായുള്ള കാര്യം പറയുമ്പോൾ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 13 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ASUSൻ്റെ ലോഗോയും ബാക്കിലായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു വോളിയം റോക്കർ ബട്ടണും അതുപോലെ തന്നെ ഒരു പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ സിം ഇടുന്ന സ്ഥലം വരുന്നത്. താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പീക്കറും അതുപോലെ തന്നെ നമുക്ക് ചാർജ് ചെയ്യുന്നുള്ള പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ടാണ് നമ്മൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്ന ഭാഗം വരുന്നത്. പിന്നെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു ക്യാമറയും അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഫോണൊന്ന് ബൂട്ട് ചെയ്ത് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഞാൻ ഫോണൊന്ന് ബൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. വളരെ മികച്ചൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് 5.5 ഇഞ്ചിൻ്റെ ഒരു മികച്ച ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത് അതുപോലെ തന്നെ 2GB റാമാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഒഴുക്കുള്ള ഫോൺ തന്നെയാണ്. പിന്നീട് നമുക്ക് ആൻഡ്രോയിഡ് വരുന്ന ആൻഡ്രോയിഡിൻ്റെ ഓറിയോ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോൺ അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാ ഫീച്ചേഴ്സും തന്നെ മികച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് ഫീച്ചേഴ്സ് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും മികച്ച ഫീച്ചേഴ്സ് ആണെന്ന് തന്നെ പറയാം. പിന്നീട് ഇതിൻ്റെ പ്രൊസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. സ്നാപ്ഡ്രാഗണിൻ്റെ 430 ആണ് വരുന്നത്. അതൊരു മികച്ച പ്രോസസ്സർ അല്ല, കുറച്ച് എന്താ പറയുക ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. പിന്നീട് നമുക്ക് ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് വരുന്നില്ല, പക്ഷേ നമുക്കിതിൽ ഫേസ് ലോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫേസ് ലോക്ക് എത്രത്തോളം മികച്ച രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ആദ്യമേ തന്നെ ട്രൈ ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ ഫേസ് ലോക്ക് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് നമുക്ക് ഫിംഗർ ലോക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഫേസ് ലോക്കാണ് നമുക്ക് ആകെ ആശ്രയം എന്ന് പറയുന്നത്. അപ്പം അത് എത്രത്തോളം മികച്ച രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ഫേസ് ഒന്ന് ഇതിൽ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ വർക്ക് ചെയ്യുന്നത് ആദ്യമേ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫേസ് ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാനിപ്പോൾ ഒന്ന് ഫോണൊന്ന് ലോക്ക് ചെയ്തതിന് ശേഷം അൺലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എത്രത്തോളം മികച്ച രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫോൺ ജസ്റ്റ് ലോക്ക് ചെയ്തു. അതിനുശേഷം ലോക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഫോൺ ഒന്ന് സ്വൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രത്തോളം മികച്ച രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഞാനൊന്ന് ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സ്വൈപ്പ്
ചെയ്യുമ്പം തന്നെ നമുക്ക് ലോക്ക് മാറി വരുന്നുണ്ട്. അത്യാവശ്യം മികച്ച രീതിയിൽ, അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുമ്പം നല്ല മികച്ച രീതിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫേസ് ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് 15,000 അല്ലെങ്കിൽ 20,000 രൂപയുടെ ഫോണിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുറ്റവും പറയാനില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ക്യാമറയുടെ കാര്യങ്ങളാണ്. അതായത് നമുക്കൊരു 13 മെഗാ പിക്സലിൻ്റെയും അതുപോലെ തന്നെ 5 മെഗാ പിക്സലിൻ്റെ ക്യാമറയുമാണ് വരുന്നത്. അപ്പം അത് എത്രത്തോളം മികച്ച രീതിയിൽ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. അത്യാവശ്യം ക്യാമറയുടെ കാര്യം പറയുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട്. തരക്കേടില്ലാത്തൊരു ക്യാമറ തന്നെയാണ്. ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയുടെ കാര്യം നോക്കുവാണെങ്കിലും നമുക്ക് അത്യാവശ്യം, ഞാനിപ്പോൾ റൂമിലിരുന്നാണ് വീഡിയോ എടുക്കുന്നത്, അപ്പം നല്ല ഒരു ക്വാളിറ്റി എനിക്കിത് 5 മെഗാ പിക്സലിൻ്റെ കിട്ടുന്നുണ്ട്. തരക്കേടില്ലാത്തൊരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് 13+5 വരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ക്യാമറ സാമ്പിളുകളും കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് റൂമിൽ നിന്നെടുത്തും പുറത്തു നിന്നെടുത്തൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും ബാറ്ററിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ ഓക്കെയാണ്. അതായത് നമുക്ക് 2GB റാം ഉണ്ട്, 13+5 ഒരു ക്യാമറ വരുന്നുണ്ട്, അതും ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് 16GB ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്, 4G ആണ്. അങ്ങനെ എല്ലാ രീതിക്കും നമുക്ക് 6,000 രൂപയ്ക്ക് വളരെ മികച്ചൊരു ഫോണാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 6,000 രൂപയ്ക്കുള്ളിൽ ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടുകാരോട് തീർച്ചയായിട്ടും വാങ്ങിച്ചോളാനാണ് ഞാൻ പറയുള്ളൂ. എല്ലാം തന്നെ പക്കയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ഫോണിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേണമെങ്കിൽ നമ്മളൊരു PUBGയുടെ ഗെയിമിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ ചെയ്യാവുന്നതാണ്. ഇനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ഗൈസ്.